സുധിച്ചേട്ടൻ എങ്ങനെയാണ് ലൈഫിലേക്ക് കടന്നു വരുന്നത്? എവിടെ വെച്ചാണ് കാണുന്നത്? അല്ല, അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും ഒരു സംശയമുള്ളൊരു കാര്യമാണ്. രേണു സുധി ഇതിനു മുമ്പ്, അതായത് സുധിച്ചേട്ടനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടോ? അതിനെപ്പറ്റി ഇപ്പം എന്താ പറയാ, അങ്ങനെ കുറെ ആരോപണങ്ങൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പം മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം ഒരുപാട് കമന്റുകളായിട്ടും ഒരുപാട് എന്താ പറയുക, സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിലെല്ലാം ഒരുപാട് കാണുന്നുണ്ട്. രേണു സുധി ഓൾറെഡി ഒരു വിവാഹിതയായിരുന്നു, ഡൈവോഴ്സ് ചെയ്തിട്ടാണ് സുധിച്ചേട്ടനുമായിട്ട് കണ്ടുമുട്ടുന്നത്. അതിന്റെ എന്താണ് സത്യം? ആ സത്യമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാം, ജനങ്ങൾക്ക് അറിയണം എന്നാഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം എന്താ പറയാ, ഇപ്പം സുധിച്ചേട്ടന് മുന്നുള്ള ലൈഫ് എന്താ പറയാ, ഇപ്പൊ എന്തുണ്ടെങ്കിലും എന്റെ ലൈഫിൽ എന്തുണ്ടെങ്കിലും അത് സുധിച്ചേട്ടനും വേണ്ടപ്പെട്ടവരും അറിഞ്ഞിട്ടാണ് എന്തായാലും ലൈഫിലോട്ട് കടന്നത്. പിന്നെ അതിപ്പം പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ ആൾക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തും വന്നോട്ടെ, അത് നമ്മുടെ ലൈഫ് മാത്രം മുന്നോട്ട് കൊണ്ടുപോവാം, അതിനെപ്പറ്റി ഒന്നും കൂടുതൽ നമ്മൾ ചെയ്യണ്ട. ആളും ആളുടെ ലൈഫിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് അങ്ങനെ ഒരു ആരോപണങ്ങളെയൊക്കെ എനിക്കിപ്പോ ഒന്നും അതിനെ പ്രതികരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറയാം, എന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചതും എന്റെ കഴുത്തിൽ താലി കെട്ടിയതും ഒരേ ഒരാളെ ഉള്ളൂ, സുധിച്ചേട്ടൻ. അങ്ങനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ആരോപണം അല്ല ഞാൻ ചോദിക്കുന്നത്. അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ, അതായത് നിലവിൽ അത്തരത്തിലൊരു ആരോപണം ഇങ്ങനെ എന്താ പറയാ, മുകളിൽ ഇങ്ങനെ ഒരു തുറച്ചു നോക്കുന്ന പോലെ നിൽക്കുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുത്ത് അതിന് കാരണം എന്തിനും കൃത്യമായ മറുപടി തരുന്ന ആളാണ് രേണു സുധി എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. കാരണം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ താങ്കളുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട്, കണ്ടിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കൃത്യമായിട്ട് താങ്കൾക്ക് മറുപടി പറയാനുള്ള ഒരു അവസരമാണ്. ഇനി അങ്ങനെ ഒരു ചോദ്യം വരരുത്. കാരണം ഈ അടുത്ത് ഞാനൊരു ഇന്റർവ്യൂ കണ്ടു. താങ്കൾ എന്താ പറയാ, മാരേജിന്റെ സർട്ടിഫിക്കറ്റ് വരെ എടുത്ത് കാണിച്ചുകൊണ്ട്, താങ്കളുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വരെ കാണിച്ചുകൊണ്ട് താങ്കൾ കൃത്യമായിട്ട് പ്രതികരിച്ച ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ചോദ്യത്തിന് ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞും ഒരു ഉത്തരം പറയാതെ കൃത്യമായിട്ട് ഒരു ഉത്തരം പറയുന്ന ഒരാളെ ഞാൻ അങ്ങനെ ആരെയും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല. അപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള സുധിച്ചേട്ടനെയാണ്. സുധിച്ചേട്ടനെ വിവാഹം കഴിച്ചിട്ടുള്ളൂ? എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. പാസ്റ്റർ എന്നാണ് ഞാൻ കേട്ടത്. ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിരുന്നോ? എനിക്കറിയില്ല. ഇല്ല. അങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല. ഇല്ല, ഉറപ്പിച്ചു പറയാണ്. ഇല്ല, ഞാൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല. പാസ്റ്ററിനല്ല, അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നോ? വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിവിംഗ് ടുഗദർ കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞു, എന്നെ വിവാഹം കഴിച്ച സുധിച്ചേട്ടൻ മാത്രമാണ്. അത് ഓക്കെ, അത് ഒറ്റ കൺക്ലൂഷനിൽ അതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അല്ല, തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുമ്പോഴാണ് ഇതിനകത്ത് ഒരു സംശയം ജനിക്കുന്നത്. സംശയം ജനിക്കും. കാരണം അത് ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല. ആ ചോദ്യത്തിൽ ഒന്ന് കുഴങ്ങിപ്പോയ പോലെ തോന്നുന്നു. ഇത്ര നേരം നല്ല ഓണായിട്ടിരുന്നിട്ട് ഇപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന്. ഇല്ലില്ല, അതല്ല, അത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിപ്പം നമുക്കത് ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് നിർത്താൻ പറ്റാത്ത ചോദ്യമാണ്. നമുക്ക് വ്യക്തമായിട്ട് പറയാണ്, ഞാൻ പിന്നീട് അത് ക്ലാരിഫിക്കേഷൻ ആയിട്ട് വരും. അതായത് ഉണ്ട്, എന്തോ ഉണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ എന്നെ ആരും താലിയും കെട്ടിട്ടില്ല സുധിച്ചേട്ടൻ അല്ലാണ്ട് ആരും ഈ ലിവിംഗ് ടുഗദറും ഇല്ലായിരുന്നു. പക്ഷെ അതിന്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് അത് പറയുന്നതായിരുന്നു. ഇപ്പൊ അത് പറയാൻ അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലാണല്ലോ ഉത്തരം. എന്നാലും ഉത്തരം പറഞ്ഞല്ലോ. അത് ഉത്തരമായിട്ടില്ല. ഇല്ല, എനിക്ക് സാധാരണ എന്ത് ചോദ്യത്തിനും കൃത്യമായിട്ട് മറുപടി തരുന്ന രേണു സുധിയിൽ നിന്നുള്ള, രേണു ചേച്ചിയിൽ നിന്നുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനത് ക്ലാരിഫിക്കേഷൻ നടത്തും പിന്നീട് നടത്തും. ഓക്കെ. അപ്പൊ അതിനുശേഷം കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ എനിക്ക് ഇത് ആരാണ്, എന്താണ്, എവിടുന്നാണെന്ന് എനിക്കും അറിയണം. എന്നിട്ടേ ഞാനത് ക്ലാരിഫിക്കേഷൻ പറയത്തുള്ളൂ. ഇത് എവിടുന്ന് ഉത്ഭവിച്ചതാണെന്ന് എനിക്കും അറിയണം. അത് ഞാൻ കണ്ടുപിടിക്കും. ആ വ്യക്തിയിൽ നിന്നാണോ ഇനി ഉത്ഭവിച്ചത്? എനിക്കറിയില്ല ആ വ്യക്തി ഏതാ. എനിക്ക് അങ്ങനെ ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. എന്തായാലും ഞാനിത് കണ്ടുപിടിക്കുന്നുണ്ട്. കണ്ടുപിടിച്ചിട്ട് ഞാൻ ക്ലാരിഫിക്കേഷൻ എനിക്ക് എന്ത് ചോദിച്ചാലും എനിക്കൊരു ക്ലാരിഫിക്കേഷൻ. ഓക്കെ, ഞാൻ ആ ചോദ്യം ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാർക്കും കൂടി ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ ഒരാളില്ല, അതിപ്പോ പാസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരു വ്യക്തി ആയിക്കോട്ടെ, അങ്ങനെ ഒരാളില്ല എങ്കിൽ അങ്ങനെ ഒരാളില്ല എന്ന് പറയാത്തോളം കാലം അപ്പൊ പക്ഷെ അതിനകത്ത് ഉണ്ടാവാം എന്നൊരു ധ്വനിയാണ് കൂടുതൽ വരുന്നത്. കൂടുതൽ വന്നോട്ടെ, എന്തായാലും ഞാനത് പിന്നീട് പറയുമല്ലോ. ഓക്കെ. അപ്പോ എന്തായാലും എന്റെ ലൈഫിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സുധിച്ചേട്ടനും മൂത്ത മോനും അവരുടെ വീട്ടുകാർക്കും അറിയാം. സോ എനിക്കിപ്പോ അത് എന്റെ പേഴ്സണൽ കാര്യം ഇപ്പൊ എനിക്ക് പബ്ലിക് ആക്കണമെന്നില്ല. അവരെ അറിഞ്ഞുകൊണ്ടേ ഉള്ളൂ എല്ലാം മുന്നോട്ട് പോയിട്ടുള്ളൂ. അപ്പം സുധിച്ചേട്ടൻ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? സുധിച്ചേട്ടനെ സ്റ്റാർ മാജിക്, അതായത് തമാർപടാറിലെ സുബീഷ് കിന്നസ് എന്ന് പറയുന്ന ആളെന്റെ ഫ്രണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പം ആളാണ് എന്നെ പരിചയപ്പെടുത്തിയത്, നമ്പറൊക്കെ തന്നത്.